മാലാപാർവതി, നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ കോടതി. 20 വർഷത്തെ കഠിന തടവാണ്. അത് റിമാൻഡ് കാലാവധി അതിൽ ഇളവ് വരും. അപ്പോൾ അവർക്കൊരു 15 വർഷമൊക്കെ ആയിരിക്കും ജയിലിൽ കിടക്കേണ്ടി വരികയുള്ളൂ. പിന്നെ ഒരു 50,000 രൂപ വീതം പിഴയും. ഇതൊരു പരമാവധി ശിക്ഷ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ജീവപര്യന്തം പൾസർ സുനിക്ക് ജീവപര്യന്തം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇതിപ്പോ 20 വർഷമാണ്. പക്ഷെ എന്തൊക്കെ ന്യായങ്ങളാണ് അതിനകത്ത് കോടതി എടുത്തിട്ടുള്ളതെന്ന് ഇനി അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ. എല്ലാ വ്യക്തികൾക്കും 20 വർഷം ആണെങ്കിൽ ഈ ഗൂഢാലോചന കണക്കിലെടുത്തിട്ടുണ്ടോ? ഗൂഢാലോചനയിൽ ഇത്രയും പേര് മാത്രമാണോ പങ്കെടുത്തത്? അപ്പോൾ മറ്റുള്ളവർ ഇവരൊക്കെ തമ്മിലുള്ള കണക്ഷൻ കോടതിക്ക് എത്രത്തോളം വ്യക്തമായിട്ടുണ്ട്? എല്ലാവർക്കും ഒരേപോലെ 20 വർഷം എന്ന് പറയുമ്പോഴേ അത് കുറച്ച് വിധിയായി വന്ന് മനസ്സിലാക്കിയാലേ കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ശ്രീമതി മാലാപാർവതി, റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അത് സമയമെടുക്കും. ഇന്ന് തന്നെ വരുമെന്നാണ് അറിയുന്നത്. അത് വായിച്ചാലേ താങ്കൾ പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്നിരുന്നാലും കോടതിയിൽ നിന്ന് ഇപ്പോൾ ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ ശിക്ഷാവിധി എന്ന് പറയുന്നത് ഈ പ്രതികളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടുണ്ട്, അവരുടെ പ്രായം നോക്കിയിട്ടുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എടുത്തത്. ഒപ്പം കോടതി പരിഗണിച്ചത് തെളിവുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വിധി പ്രഖ്യാപനം, ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടായത്. അത് കേൾക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായി എന്ന് വേണ്ട കരുതാൻ? ഇല്ല, അത് ജഡ്ജസിന്റെ ഡിസ്ക്രിപ്ഷനാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, ആർക്ക് എന്ത് വിധി കൊടുക്കണം എന്നൊക്കെയുള്ള. ഇപ്പൊ മാർട്ടിനൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞെന്ന് പറയുന്ന കേട്ടു ഇദ്ദേഹത്തിന് അത് ഇൻവോൾവ് അല്ല എന്നും, ഇതിനു മുമ്പ് പൾസർ സുനി അല്ലാതെ മറ്റാരും വേറൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു ന്യൂസിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പൾസർ സുനിക്കും ഇവർക്കും ഒരേപോലെ പരിഗണിച്ച് എല്ലാവർക്കും 20 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. പൾസർ സുനിക്ക് ആണ് ഇതിന്റെ മുൻകൈ എടുത്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവപര്യന്തം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മറ്റുള്ളവർക്ക് കൂട്ടബലാത്സംഗം 20 വർഷം ആണ്. അപ്പൊ അത് കിട്ടുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് ജീവപര്യന്തം ആവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു ഹാർഡ് കോർ ഒരു പല മുൻപേയും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് ഇതിനു മുമ്പും സിമിലർ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആരോപണങ്ങളുണ്ട്. എനിക്ക് നിലവില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അതെ, കൂടുതൽ കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. അതിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വരണം. അത് വായിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് മുഴുവൻ വായിക്കണം. കാരണം വിധിപ്പകർപ്പ് കിട്ടിയിട്ടില്ല. വിധിപ്പകർപ്പ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ. ഇതൊരു പ്രാഥമികമായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്നുള്ളതിൽ പൾസർ സുനിക്ക് ജീവപര്യന്തം കിട്ടും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കിട്ടിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കോടതി പരിഗണിച്ചത് തെളിവുകൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. അത് കോടതി എടുത്തു പറയുന്നുണ്ട്. തെളിവുകളാണ് എന്തെടുത്തു എന്തെടുത്തില്ല എന്നൊക്കെ പഠിച്ചാലല്ലേ പറയാൻ പറ്റൂ. നമ്മൾ എന്ത് പറയാനാ, നമുക്ക് അറിയത്തില്ല. 1500 പേജുകളുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായത്. നമുക്കത് വായിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിപ്പോ നമ്മള് അരികു മൂലം കേട്ടിട്ട് ചുക്കുമുളക് എന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയാം മഞ്ഞൾ പോലെ ഒറ്റ കാര്യം കൂടി താങ്കൾ പറയുകയുണ്ടായല്ലോ, ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, ഒരു ജീവപര്യന്തമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുകയുണ്ടായി. അത് തന്നെയാണ് സമൂഹം പ്രതീക്ഷിച്ചിരുന്നത്. അതിലേക്കൊക്കെ പോകണമെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചകളും ഇല്ലാതെ വേണ്ട തരത്തിലുള്ള തെളിവുകളും ഒക്കെ കോടതിക്ക് മുന്നിൽ വെക്കണം. കോടതിക്ക് അത് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തേണ്ടത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷന് വീഴ്ചയല്ലേ അവിടെ ഉണ്ടായത്? അങ്ങനെ പറയാൻ പറ്റില്ല. രാജകുമാർ സാറിനെയൊക്കെ വളരെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായത്. വളരെ ജെന്യുവൻ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ പോലീസിന്റെ ഒരു പ്രസ്റ്റീജ് കേസായിരുന്നല്ലോ ഇത്. അവര് വളരെ കൃത്യമായി ഇത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് കേസായിരുന്നു. അവരതിനകത്ത് മനഃപൂർവ്വം വീഴ്ച വരുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവര് പരമാവധി ഇതിന്റെ പിന്നിൽ നിൽക്കുകയായിരുന്നല്ലോ. എന്താണ് വിധിയിൽ ഇപ്പോ നമുക്ക് കോടതിയിൽ എന്ന് പറഞ്ഞാലേ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഒരു വെർബൽ ഇതാണല്ലോ. നമ്മൾ പറയുകയാണ് വെർബലായിട്ട്, ഓക്കെ നീ ഇങ്ങനെ ചെയ്യൂ എന്ന് ഞാൻ പറയുകയാണ്. അതിന് സാക്ഷി ഇയാൾ ഇങ്ങനെ പറയുന്നു കേട്ടു എന്ന് പറഞ്ഞാലേ സോളിഡ് എവിഡൻസ് ഉള്ളൂ. മറ്റതെല്ലാം നമ്മൾ എവിഡൻസ് കൊറാബറേറ്റീവ് എവിഡൻസ് ആയിട്ട് നമ്മൾ കൂട്ടുന്ന എവിഡൻസുകളാണ് അല്ലേ. അപ്പൊ ആ എവിഡൻസ് പ്രൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഗൂഢാലോചന ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ഒരുപാട് ഇത്ര തെളിവെന്ന്
ചാനലുകാരൊക്കെ എപ്പോഴും പറയുന്നുണ്ടല്ലോ. പക്ഷെ അത് കോടതി എടുത്തോളണമെന്നില്ല. കാരണം എന്ന് വെച്ചാല് സുനി എഴുതുന്നത് കോടതി പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് എഴുതുന്ന കത്താണ്. സുനിയുടെ കൂടെയുള്ള ജിൻസൺ പറയുന്നത് ജയിലിനകത്ത് വെച്ചാണ്. അപ്പൊ അങ്ങനെ കസ്റ്റഡിയിലിരിക്കുന്ന ആൾക്കാരുടെ മൊഴിയെ ഒരു ജഡ്ജിക്ക് എടുക്കാതിരിക്കാം, അതവരുടെ ഡിസ്ക്രിപ്ഷനാ. മനസ്സിലായോ? ഇത് എടുക്കണമെന്നില്ല. എനിക്കത് വിശ്വാസമില്ല. കാരണം ഇത് പോലീസിന് ഭയങ്കരമായ ഒരു താല്പര്യമുള്ള, നിക്ഷിപ്ത താല്പര്യമുള്ള ഒരു കേസാണ് എന്ന് അവർ വിചാരിച്ചാൽ അവരുടെ കസ്റ്റഡിയിലിരിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു വാർത്തയും അവർക്ക് എടുക്കാതിരിക്കാം. അത് അവരുടെ ഡിസ്ക്രിപ്ഷനാ ഒരു ജഡ്ജിന്റെ. ഇപ്പോ ഇവിടുന്ന് അപ്പീൽ പോവുമല്ലോ ഇവര്, അപ്പീൽ ജാമ്യം കൊടുക്കും, അവർ അപ്പീൽ പോവും. അപ്പൊ ഹൈക്കോടതിയിലെത്തുമ്പോ ഈ വിധി ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ മാറും. മനസ്സിലായോ? നമുക്ക് ഒരു കൺക്ലൂസീവായിട്ട് നമുക്ക് വിട്ടിരുന്നോണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഇന്ത്യയിലെ നിയമത്തിന് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ജഡ്ജിയുടെ വിധി ആയിരിക്കത്തില്ല വേറൊരാളുടെ ജഡ്ജ്. ഇത് ഹൈക്കോടതി സുപ്രീം കോടതി പോകുമ്പോ ആ വിധിയും മാറും. അപ്പൊ നമുക്ക് കൺക്ലൂസീവ് ആയിട്ടിരുന്നുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു ഏരിയയല്ല ഈ ജഡ്ജ്മെന്റും കോടതിയൊന്നും. കോടതി അലക്ഷ്യമാവും. മനസ്സിലായോ? ഞാൻ എന്റെ ഒരു വിചാരം പറയുകയാണ്. ഇതിനകത്ത് ആക്ട് ചെയ്തിരുന്നവര്, അതിൽ പ്രധാനപ്പെട്ട പൾസർ സുനിയുടെ പല വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ ഇയാളൊരു ഹാർഡ് കോർ ക്രിമിനൽ ആണല്ലോ, ഇയാൾക്ക് ഒരു ജീവപര്യന്തം കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ശ്രീമതി മാലാ പാർവതി, എനിക്ക് മനസ്സിലാക്കാനായത് വിധിപ്പകർപ്പ് വന്നില്ല, എന്നിരുന്നാൽ പോലും കോടതി ഇത് ഇപ്പോൾ ഈ ശിക്ഷാവിധി പറയുമ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ കോടതി മുറിയിൽ നിന്ന് അറിയാനായ ഒരു കാര്യം വെച്ച് ഞാൻ പറയാം. ഈ 20 വർഷം തടവ് എന്ന് പറഞ്ഞല്ലോ, അതിൽ പൾസർ സുനിയാണല്ലോ ഒന്നാം പ്രതി. ഈ പൾസർ സുനിക്ക് ഇനി 13 വർഷം അകത്ത് കടന്നാൽ മതി, ബാക്കി വർഷം അത് നേരത്തെ റിമാൻഡ് കാലാവധിയിൽ വരുന്നതാണ്. ഈ 13 വർഷത്തിൽ ഒതുങ്ങുമോ പൾസർ സുനിയെ പോലെയുള്ള ഒരാളുടെ ശിക്ഷാവിധി? നമ്മൾ അങ്ങനെയാണോ പ്രതീക്ഷിച്ചത്? ജീവപര്യന്തം തന്നെ കൊടുക്കേണ്ടിയിരുന്നൊരു ക്രൂരകൃത്യമല്ലേ പൾസർ സുനി ചെയ്തത്? പൾസർ സുനി 13 വർഷം കിടന്നാൽ മതി ഇനി. ഇല്ല, നിങ്ങൾ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു വികാരമാണ്. ഇപ്പൊ ഗോവിന്ദചാമി ഇയാളെ തൂക്കുകയറിൽ കയറണമായിരുന്നു, നമ്മുടെ വികാരമാണ്. കോടതി അതല്ല കൊടുത്തത്. അപ്പോ നമ്മുടെ വികാരം ഒന്ന്, അവർ കൊടുക്കുന്നത് വേറൊരു കാര്യം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഒരു ദിവസം ജയിലിൽ കിടക്കുന്നതിന്റെ മാനസികാവസ്ഥ, ആകാശം കാണാനാവാതെ, ഫോൺ നോക്കാനാവാതെ, നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ലാതെ ഒരു ദിവസം കണ്ടാൽ തന്നെ മാനസികമായി ഭയങ്കര പിരിമുറുക്കം വരും. അതുകൊണ്ട് ഒരു 20 വർഷം ഒരു മോശം കാലയളവല്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ജീവപര്യന്തം. മനസ്സിലായി?